ഉണ്ടായ ആൾക്കൂട്ടം അതിന് വലിയ ശമനം അവരവിടെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ശബരിമലയിൽ മഴ പെയ്യുകയാണ്. ഒരു പരിധിവരെ ഈ മഴ നല്ലതാണ് എന്ന് തോന്നുന്നു. കാരണം ഈ കൂട്ടം കൂടി നിൽക്കുന്നവർ ക്യൂവിലൊക്കെ കൂട്ടം കൂടി ചന്ദ്രാനന്ദ റോഡിലൊക്കെ വഴി വരുന്നവർക്ക് അവിടെ ബാരിക്കേഡിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചു നേരം മാറി നിൽക്കാനും ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് ഏതായിരുന്നാലും ഈ ആൾക്കൂട്ടം കുറയുകയാണെങ്കിൽ അത് വളരെ ആശ്വാസകരമായിരിക്കും. ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു ക്രൈസിസിന് ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഏതായാലും ഈ ആൾക്കൂട്ടം. പക്ഷേ നമ്മളിപ്പോൾ സന്നിധാനം ഇപ്പോഴും പറയുന്നു 18-ാം പടിക്ക് മുന്നിൽ കാണുന്ന ഒരു കാഴ്ചയല്ല, ദൃശ്യമല്ല. മറ്റ് സ്ഥലങ്ങളിൽ പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ള വരിയിൽ നമ്മൾ കാണുന്നത് വലിയ ആൾക്കൂട്ടവും അവിടെ മണിക്കൂറുകൾ കാത്തുനിന്നതാണ്. 10 മുതൽ 12 മണിക്കൂർ വരെയാണ് കാത്തുനിന്നത്. ഇന്നലെ രാത്രി പമ്പയിൽ നിന്ന് കയറി ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തിയ ആളുകളുണ്ട്. അവർ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവിടെ നിന്ന് അനങ്ങാൻ വയ്യാത്ത തരത്തിൽ ഈ ക്യൂവിനുള്ളിൽ ഉൾപ്പെട്ടു പോയവരാണ്. കുടിവെള്ളം പോലും മണിക്കൂറുകൾ കിട്ടിയില്ല എന്ന കാര്യമാണ് അവർ വിശദീകരിച്ചത്. ഏതായിരുന്നാലും ഇപ്പോൾ സന്നിധാനത്ത് 18-ാം പടിക്ക് മുന്നിൽ ക്രൈസിസ് ഈ ഒരു പ്രശ്നത്തിന് ഒരു താൽക്കാലികമായ പരിഹാരമുണ്ടായിട്ടുണ്ട്. ടോം. വി വിനോദാണ് സന്നിധാനത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. നിലവിലൊരു ആശ്വാസകരമായ ഒരു സാഹചര്യം സന്നിധാനത്തുണ്ട്, 18-ാം പടിയുടെ സമീപത്തുണ്ട്. കാരണം അവിടെ ചെറിയ രീതിയിലൊരു തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ വന്നിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ആളുകൾ ബാരിക്കേഡുകൾ കടന്നെത്തുന്നതാണ് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം എന്ന് കൂടി പരിശോധിക്കണം. കാരണം ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ഫുള്ളായിരിക്കുകയാണ്. പക്ഷേ പോലീസിന് കൃത്യമായ നിർദ്ദേശം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ നൽകിയിരുന്നു. ഒരു 20,000 പേരിലധികം സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നേരത്തെ ADGP S. ശ്രീജിത്ത് സൂചിപ്പിച്ചത് അങ്ങനെ സന്നിധാനത്ത് കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല എന്നാണ്. മണ്ഡലകാലം തുടങ്ങി ആദ്യ 2 ദിവസങ്ങളിൽ 1,00,000-ലധികം തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ, അതായത് കഴിഞ്ഞ വർഷം ആദ്യത്തെ ദിവസം 29,000 പേരാണ് തീർത്ഥാടനത്തിന് വന്നതെങ്കിൽ ഇത്തവണ ആദ്യ ദിവസം മാത്രം 55,000 പേരെത്തിയിരുന്നു. 2-ാം ദിവസം അതിലധികം ആളുകൾ, കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തി എന്നാണ് നിലവിൽ ഉള്ള സൂചനകൾ. TG സജിത്ത് കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. സജിത്ത്, ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്തരം അപകടകരമായ സാഹചര്യം നിയന്ത്രിക്കണമെങ്കിൽ കടുത്ത നിയന്ത്രണം തന്നെ ആവശ്യമാണ്. ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും ശബരിമലയിലെ സന്നിധാനത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ടോം, ചില ക്രമീകരണങ്ങളിൽ പിഴവ് പറ്റിയെന്ന കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി നിലപാട് മയപ്പെടുത്തിയെങ്കിൽ കൂടിയും ചില പിഴവുകൾ സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ആ ദിവസങ്ങളിലെ കണക്കാണ്. നോക്കുക, നാളെ മുതൽ ഈ മാസം പൂർത്തിയാവുന്ന നവംബർ മാസത്തെ ബാക്കി എല്ലാ ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് ഫില്ലാണ്. ഇനി അത് വിർച്വൽ ക്യൂ ബുക്കിംഗ് ഫില്ലാണ്. ഇനി സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ചില അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഡിസംബർ മാസത്തേക്ക് നോക്കുക, അവിടെ 7-ാം തീയതിക്ക് ശേഷം മാത്രമേ അവിടെയും ഇടമുള്ളൂ എന്നതാണ് സാഹചര്യം. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അതേപടി തുടരും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് എന്നതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ ഈ കാണുന്ന വിർച്വൽ ക്യൂ ബുക്കിംഗ് പ്രകാരം സ്ലോട്ട് ലഭിക്കാത്തവരും ശബരിമലയിലേക്ക് വലിയ രീതിയിൽ എത്തുന്നു എന്നതാണ് ഈ അനിയന്ത്രിത സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മലയാളികൾ ഒരുപക്ഷെ ഈ ബുക്കിംഗ് ഉറപ്പാക്കിയ ശേഷമേ വരികയുള്ളെങ്കിൽ കൂടിയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെ അവസ്ഥ അതല്ല. അവർ ഈ ബുക്കിംഗ് നോക്കാതെ തന്നെ അവിടേക്ക് എത്തും. അവർ കൂട്ടത്തോടെ വരുന്നു. അത് പലപ്പോഴും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. മുമ്പ് നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ ഒരു അവസ്ഥയാണ്. അന്ന് വഴിനീളെ, അതായത് വഴിയിൽ റോഡുകളിൽ വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് ഭക്ഷണവും വെള്ളവും വെളിച്ചവും ഒന്നും ഇല്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. സമാനമായൊരു സാഹചര്യം ഉണ്ടാക്കുമോ എന്നതാണ് അവസ്ഥ. ഈ സന്നിധാനത്തെ ഈ അവസ്ഥയേക്കാൾ അല്പം രൂക്ഷമാണ് നിലയ്ക്കലുള്ള സാഹചര്യമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ വലിയ തിരക്കുണ്ട്, വാഹനങ്ങൾ കിട്ടാതെ ആളുകൾ പാടുപെടുന്ന അവസ്ഥയുണ്ട്. ഇനി നിർണായകമാവുന്നത് ഇടത്താവളങ്ങളിലെ ഇടപെടലാവാം. കാരണം ശബരിമലയ്ക്ക് തീർത്ഥാടകർ വന്നു പോകുന്ന വഴികളിൽ നിരവധി ഇടത്താവളങ്ങളുണ്ട്. അത് ഈ കോട്ടയത്താവട്ടെ,
എരുമേലിയിലാവട്ടെ, പാലായിൽ കടപ്പാട്ടൂർ ക്ഷേത്രമാവട്ടെ, അങ്ങനെ വഴി നീളെ പല ഇടത്താവളങ്ങളുമുണ്ട്. ഈ ഇടത്താവളങ്ങളിലെല്ലാം ആളുകളെ തമ്പടിപ്പിക്കുക, ശബരിമലയിലെ തിരക്ക് കുറയുന്ന മുറയ്ക്ക് ഇവരെ അവിടുന്ന് കടത്തിവിടുക, ഇതാണ് നടത്താൻ പറ്റുന്ന ഒരു ക്രമീകരണം. കഴിഞ്ഞ തവണ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി വന്നപ്പോൾ ഇതായിരുന്നു ആവശ്യമെന്ന വിലയിരുത്തൽ ഉണ്ടായതാണ്. പക്ഷേ ഇത്തവണ അതെവിടെയാണ് കമ്മ്യൂണിക്കേഷൻ പിഴവ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടിയാണ്. എന്തായാലും വിനോദ് സൂചിപ്പിക്കുന്നത് പോലെ സന്നിധാനത്ത് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ നിലയ്ക്കലേക്ക് കൂടി ഈ പ്രതിസന്ധി മാറിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഒപ്പം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയ തരത്തിലുള്ള ആളുകൾ അവിടേക്ക് എത്തി എന്നതാണ് കാര്യം. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ അവിടെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വരുന്ന ദിവസം 16-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ഇന്നലെ 17 ഒരു പൂർണ്ണമായ തീർത്ഥാടന ദിവസം. ഇന്നിപ്പോൾ ഉച്ചവരെ 12 മണി വരെയുള്ള കണക്കെടുക്കുമ്പോൾ 2 ലക്ഷത്തോളം പേർ ഈ ദിവസങ്ങൾ കൊണ്ട്, ഏകദേശം 1.5 ദിവസം എന്ന് നമുക്ക് കണക്കെടുക്കാം, ആ 1.5 ദിവസം കൊണ്ട് 2 ലക്ഷത്തോളം പേർ ശബരിമലയിൽ ദർശനത്തിന് വേണ്ടി എത്തി എന്നതാണ് സാഹചര്യം. ഇന്ന് 12 മണി വരെയുള്ള കണക്ക് മാത്രം എടുക്കുമ്പോഴത്തെ സാഹചര്യം നോക്കുക. ഇന്ന് 12 മണി വരെ മാത്രം 44,401 പേർ ദർശനം കഴിഞ്ഞ് മടങ്ങി എന്നതാണ് സാഹചര്യം. അതായത് വലിയ തരത്തിലുള്ള തിരക്കുണ്ട്. ശബരിമലയിൽ അനുവദനീയമായതിലും അളവിലുള്ള ആളുകൾ എത്തുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായി ഭൗതിക സൗകര്യങ്ങളുടെ അപര്യാപ്തത, അത് വഴിനീളെ ആ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ തീർത്ഥാടനത്തിന് അവസരം കിട്ടില്ല എന്ന് കരുതി, ദർശനത്തിന് അവസരം കിട്ടിയില്ല എന്ന് കരുതി അയൽ സംസ്ഥാനങ്ങളിലെ ചില തീർത്ഥാടകരൊക്കെ മടങ്ങിയെന്നും മറ്റും വാർത്തകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല. എന്നിരുന്നാൽ കൂടിയും അതൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്ര വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ തിരക്ക് ഇനിയും തുടരും. അതാണ് ഈ സ്പോട്ട് ബുക്കിംഗ്, വിർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ കണക്കുകളും രേഖപ്പെടുത്തുന്നത്. അത് വരും ദിവസങ്ങളിലും ഈ തിരക്ക് തുടരുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള ക്രമീകരണം പോരാ, കൂടുതൽ ക്രമീകരണങ്ങൾ അവിടെ തയ്യാറാക്കേണ്ടി വരും. അത് തന്നെയാണ് ഇനിയുള്ള കാര്യം. എന്തായാലും സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവും നമുക്ക് കരുതാം. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ശബരിമല തീർത്ഥാടനത്തിൽ ഒരു പിഴവ് പറ്റിയാൽ അത് സ്വാഭാവികമായും സർക്കാരിനുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും വലുതാണ്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് കരുതാം. ജില്ലാ ഭരണകൂടവും മറ്റും നേരിട്ട് ഈ വിഷയത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. സജിത്ത് തുടരുക. വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, കുടിവെള്ളം പോലും കിട്ടാതെ ഭക്തർ കുഴഞ്ഞു വീണ സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ സജിത്ത് സൂചിപ്പിച്ചു, ഭൗതികമായ സാഹചര്യങ്ങളുടെ അപര്യാപ്തതയൊക്കെയാണ് അവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾ നിലവിൽ സൃഷ്ടിക്കുന്നത്. അതായത് കുടിവെള്ളമില്ല, മറ്റ് പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും ആളുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത. ഇതെങ്ങനെ ഇപ്പോൾ പൂർണ്ണമായി അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ആളുകൾ, കാരണം ഇത്രയധികം ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്, മണിക്കൂറുകൾ ക്യൂ നിന്ന് വന്നെത്തിയവരാണ്. പക്ഷെ നിലവിൽ മഴ പെയ്തത് ഒരു പരിധിവരെ ആശ്വാസകരമായിരിക്കാം. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? തിരക്കൊരു പരിധിവരെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, സന്നിധാനത്ത് ഇപ്പോൾ തിരക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക്